ബീഫും ചിക്കനും കടലയ്ക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഗരം മസാല നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാവും. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഹോൾ സ്പൈസസ് വേണം. പെരിഞ്ജീരകമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ എടുക്കുന്നത്. ഓരോ വീട്ടിലും ഓരോ രീതിയിലാണ് പൊടിച്ചെടുക്കുന്നത്. ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഗരം മസാലയുടെ റെസിപ്പിയാണ്. പെരിഞ്ജീരകം, ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, ജാതിക്ക, ജാതിപത്രി, മുഴുവൻ കുരുമുളക് ഇതൊക്കെയാണ് മെയിനായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഏലക്കയും കുരുമുളകും ജാതിക്കയും ജാതിപത്രിയും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ബാക്കിയെല്ലാം വാങ്ങിയിട്ട് എല്ലാം കൂടെ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുകയാണ് പതിവ്. ഈ ജാതിക്ക ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഡൈജഷനൊക്കെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ജാതിക്ക ഗരം മസാലയിൽ ഇടുന്നത് നല്ലതാണ്. കട്ടി കൂടിയിട്ടുള്ള ജാതിക്കയും പട്ടയൊക്കെ ഒന്ന് ആദ്യം റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് തക്കോലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചെറിയ പീസസ് ആണെങ്കിൽ സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമില്ല. അതുപോലെ ഒരുപാട് നേരം ഇട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഡ്രൈ റോസ്റ്റ് ചെയ്യാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. പക്ഷെ കട്ടിയുള്ളതൊക്കെ റോസ്റ്റ് ആയി കഴിയുമ്പോൾ വേണം നമുക്ക് ജീരകങ്ങൾ ചേർത്ത് കൊടുക്കാം. ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അധികം നേരം ഇട്ട് റോസ്റ്റ് ചെയ്ത് അത് കരിയിച്ച് കളയാതെ ഒന്ന് ശ്രദ്ധിക്കണം. പട്ടയെടുത്ത് ഒന്ന് പൊട്ടിച്ചു നോക്കുമ്പോൾ ഒന്ന് ഒടിഞ്ഞു കിട്ടുകയാണെങ്കിൽ നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചേർത്തിട്ട് ഒരു 30 അല്ലെങ്കിൽ 60 സെക്കൻഡോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുപോലെ നമ്മൾ എടുക്കുന്ന പാത്രവും സ്പൂണും മിക്സിയുടെ ജാറും എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളതായിരിക്കും. ഇതിന്റെ ചൂടൊന്ന് ആറിയതിന് ശേഷമാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 3 ബാച്ചസ് ആയിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു 3-4 മാസത്തേക്കുള്ള ഗരം മസാലയായി. മൊത്തം ഒരുമിച്ച് പൊടിച്ചെടുക്കണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കാം. ഒരു തവണ പൊടിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം തരികളുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പൊടിക്കുക. ഞാൻ ഇതുപോലെ 3 ബാച്ചസും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ബാക്കി വന്നതാണ് ഒരു തവണയും കൂടെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗരം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ നോൺ വെജിനും കടലയ്ക്കും ഒക്കെ ഈ ഒരു ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എടുത്തിട്ടുള്ളതിൻ്റെ എക്സാക്ട് ഇൻഗ്രീഡിയൻസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതുപോലത്തെ റെസിപ്പീസിന് കൂടെ കൂടിക്കോ.